ഗുജറാത്തി എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി 15 വർഷക്കാലത്തോളം മുഖ്യമന്ത്രിയായിരുന്ന ഗുജറാത്തിലെ ഒരു സ്കൂളിൻ്റെ അവസ്ഥയാണിത്. ഒരു സ്കൂളിൻ്റെ അവസ്ഥ. 30 വർഷം BJP ഭരിച്ച് 15 വർഷക്കാലത്തോളം നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായിരുന്ന ഗുജറാത്തിൻ്റെ ഒരു സിറ്റുവേഷൻ, ആ ഗുജറാത്തിൻ്റെ ഒരു ദാരുണമായ ഒരു കാഴ്ചയാണ് വികസനത്തിൻ്റെ മഹാവികസനത്തിൻ്റെ നയാ ഭാരത്, അങ്ങനെയാണല്ലോ പറയുന്നത്, നയാ ഭാരത്. ആ ഭാരതത്തിൻ്റെ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇത് വെറും ഉദാഹരണം മാത്രമാണ് കേട്ടോ. രാജ്യത്ത് നരേന്ദ്രമോദി അധികാരത്തിൽ, ഇപ്പോൾ ഈ പറയുന്ന ഗുജറാത്തിൽ മാത്രമല്ല, നരേന്ദ്രമോദി രാജ്യത്ത് അധികാരത്തിൽ വന്നതിന് ശേഷം ഏറ്റവും അധികം തകർക്കപ്പെട്ടിരിക്കുന്നത് രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയാണ് എന്നുള്ളതാണ്. രാജ്യത്തെ വിദ്യാഭ്യാസ മേഖല, ആ വിദ്യാഭ്യാസ മേഖല തകർത്ത് തരിപ്പണമാക്കി എന്നുള്ളത് എല്ലാ അർത്ഥത്തിലും. എന്നിട്ട് ഇവിടെ ഏറ്റവും കോമഡി എന്താണെന്നറിയോ? രാജ്യത്ത് ഇപ്പൊ നിങ്ങൾ നോക്കൂ, കഴിഞ്ഞ ദിവസം UP-യിൽ നിന്നുള്ള ചില ദൃശ്യങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. എന്താണ്? UP-യിലെ സർക്കാർ വിദ്യാലയത്തിൽ നൽകുന്ന ഭക്ഷണത്തിൻ്റെ ഒരു കലക്ക വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നതിൻ്റെ ഒരു ദൃശ്യങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ആ ഒരു വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഞാൻ പറയുന്നത് രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയാണ് ഏറ്റവും അധികം തകർക്കപ്പെട്ടിരിക്കുന്നത്. എന്തോ ഒരു വാശി, എന്തോ ഒരു നിർബന്ധം, അത് നരേന്ദ്രമോദിക്കും സംഘ് പരിവാറിനുമുണ്ട്. വിദ്യാഭ്യാസ മേഖല ഒരർത്ഥത്തിലും മുന്നോട്ട് പോകരുത്, ഉള്ളതിനെയൊക്കെ തകർത്ത് തരിപ്പണമാക്കണം എന്നുള്ള ഒരു വാശിയോട് കൂടിയാണ് രാജ്യത്ത് സംഘ് പരിവാർ ഗവൺമെൻറ്റുകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അറിയില്ല, ഒരുപക്ഷെ വിദ്യാസമ്പന്നരായ ആളുകൾ വെറുപ്പിൻ്റെ വിദ്വേഷത്തിൻ്റെ വാക്താക്കളാകില്ല എന്നുള്ള ഒരു ചിന്താഗതിയിൽ നിന്നായിരിക്കാം വിദ്യാഭ്യാസ മേഖലയെ തകർക്കാൻ വേണ്ടിയുള്ള എല്ലാ പണികളും എടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പം രാജ്യത്ത് PM ശ്രീ എന്ന് പറയുന്ന പദ്ധതി നടപ്പിലാക്കാൻ പോകുന്നു. എന്താണ്? രാജ്യത്തെ ഈ PM ശ്രീ പദ്ധതി നടപ്പിലാക്കിയാൽ രാജ്യത്തെ എല്ലാ സ്കൂളുകളിലും ഈ PM ശ്രീ പദ്ധതിയുടെ ഭാഗമാകുമോ? ഇല്ല അല്ലേ? വളരെ തുച്ഛമായ സ്കൂളുകളിൽ മാത്രമാണ് ഇത് നടപ്പിലാക്കുന്നത്. എന്തുകൊണ്ട് രാജ്യത്തെ എല്ലാ സ്കൂളുകളിലേക്കും ഇത് നടപ്പിലാക്കാൻ കഴിയാത്തത്? ഞാൻ പറയുന്നത് അതിൻ്റെ സിലബസിനെ കുറിച്ചല്ല. PM ശ്രീ ഭയങ്കര ആരയാണ്, തേങ്ങയാണ്, മാങ്ങയാണ്, മാങ്ങാത്തൊലിയാണ് എന്നൊക്കെയാണല്ലോ പറയുന്നത്. വിദ്യാഭ്യാസ രംഗത്തെ ശാക്തീകരിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നാണല്ലോ പറയുന്നത്. എൻ്റെ രാജ്യത്തെ എല്ലാ സർക്കാർ സ്കൂളുകളിലേക്കും ഈ PM ശ്രീ നടപ്പിലാക്കാൻ സാധിക്കാത്തതിൻ്റെ കാരണം എന്താണ്? അപ്പോൾ രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയെ തകർത്ത് തരിപ്പണമാക്കി ഇനി ഉള്ളതിൽ ഈ അജണ്ടകൾ കുത്തി നിറക്കുവാനുള്ള ശ്രമങ്ങൾ മാത്രമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് നോക്കുക, ദൃശ്യങ്ങൾ എത്രമാത്രം ഭീകരമായ ഒരു അവസ്ഥയാണത്. ഇതൊരു സ്കൂളാണ്, വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്കൂള്. ആ ടോയ്ലറ്റിൻ്റെ ഒരു അവസ്ഥ നോക്കൂ, ക്ലാസ് മുറികളുടെ ഒരു അവസ്ഥ നോക്കൂ നിങ്ങൾ. നരേന്ദ്രമോദി 15 വർഷക്കാലം ഇരുന്ന മുഖ്യമന്ത്രിയായിരുന്ന ഗുജറാത്ത്, ഗുജറാത്തിലെ കാഴ്ചയാണിത്. എന്തുമാത്രം ഭയാനകമാണെന്ന് നോക്കിയേ. രാജ്യത്തെ എല്ലാ മേഖലകളും കൊള്ളയടിച്ചു എന്നുള്ളതാണ് ഇവിടെ വളരെ കൃത്യമായിട്ട്. കഴിഞ്ഞ ദിവസം ഇപ്പം ഞാനിങ്ങനെ ഓർക്കുന്നത്, ഈ പറയുന്ന സിസ്റ്റത്തിനകത്തുള്ള 3 പേരാണ്. ഒന്ന് അദാനി, മറ്റൊന്ന് നരേന്ദ്രമോദിയും അമിത്ഷായും, പിന്നെ ഒന്ന് ഈ പറയുന്ന RSS, ഭാരതീയ ജനതാ പാർട്ടി ലിമിറ്റഡ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള ഒരു കമ്പനിയാണ് ഇപ്പം രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രയേ ഉള്ളൂ. ഈ പറയുന്ന കോർപ്പറേറ്റുകൾക്ക് എങ്ങനെ പണം ഉണ്ടാക്കാം എന്നുള്ള ചിന്തകൾ മാത്രമേ നടക്കുന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് മറ്റൊന്നും നടക്കുന്നില്ല എന്നുള്ളതാണ്. രാജ്യത്തെ വിദ്യാഭ്യാസ മേഖല, ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഏറ്റവും അധികം തകർക്കപ്പെട്ടത് നരേന്ദ്രമോദി സംഘ് പരിവാർ ഭരണത്തിന് കീഴിൽ ഏറ്റവും കൂടുതൽ തകർക്കപ്പെട്ട ഒരു മേഖല എന്ന് പറയുന്നത് ഈ വിദ്യാഭ്യാസ മേഖലയാണ്. അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത വിദ്യാഭ്യാസ മേഖല, അതാണ് രാജ്യത്ത് ഇപ്പോൾ നിലനിൽക്കുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്തത് എല്ലായിടത്തും, മിക്കയിടങ്ങളിലും. കുറേയൊക്കെ ബെറ്റർ എന്ന് പറയാൻ നമ്മുടെ കേരളവും ഈ പറയുന്ന ഇങ്ങോട്ടുള്ള ഇടങ്ങളിൽ മാത്രമേ ഒരു ബെറ്റർ എഡ്യൂക്കേഷണൽ സിസ്റ്റം ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഈ പറയുന്ന ഉത്തരേന്ത്യകൾ, ഈ ഹരിയാനയാവട്ടെ,
ഹരിയാന, UP, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഗുജറാത്ത്, മഹാരാഷ്ട്ര, ബീഹാർ, ഇതൊന്നും പിന്നെ പറയേ വേണ്ട. അവിടെ ഒന്നും വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ട. അത്രമാത്രം ദയനീയമായ സിറ്റുവേഷനാണ് ഈ ഇടങ്ങളിലൊക്കെ എന്ന് പറയുന്നത്. പേരിന് പോലും വിദ്യാഭ്യാസ മേഖല പ്രവർത്തിക്കാത്ത ഒരു ഇടമായിട്ട് ഈ മേഖലകൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഗവൺമെന്റ് അത്രമാത്രം എന്താ പറയേണ്ടത്, ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ പറയുന്ന ഒരു സംവിധാനങ്ങളും മെച്ചപ്പെടുത്താതെ, അതിനു വേണ്ട ഫണ്ടുകൾ അനുവദിക്കാതെ അതങ്ങോട്ട് തകർന്ന് തരിപ്പണമാകട്ടെ എന്നുള്ള രീതിയിൽ. എന്നാൽ രാജ്യത്ത് നിങ്ങൾ നോക്കൂ, ഈ പറയുന്ന പൊതുമുതൽ അല്ലെങ്കിൽ ഖജനാവിൽ നിന്നുള്ള പണം എടുത്തുകൊണ്ട് രാജ്യത്ത് അനാവശ്യമായിട്ടുള്ള എത്രയധികം നിർമ്മിതികളാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഇപ്പം നിങ്ങൾ നോക്ക്, രാജ്യത്തെ ഏറ്റവും വലിയ ഒരു പ്രതിമ ഉണ്ടാക്കി. ആ പ്രതിമക്ക് ചെലവിട്ട ആയിരക്കണക്കിന് കോടികളാണ്. ഈ ആയിരക്കണക്കിന് കോടികൾ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിൽ ഒരു വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടി ചെലവഴിച്ചിരുന്നെങ്കിൽ ആ സംസ്ഥാനത്ത് ഇത്തരത്തിൽ ഒരു വിദ്യാലയം പോലും ഉണ്ടാകുമായിരുന്നില്ല. ചുരുങ്ങിയത് ആ ഒരു സംസ്ഥാനമെങ്കിലും രക്ഷപ്പെടുമായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ പ്രതിമകളും മറ്റ് അനാവശ്യമായിട്ടുള്ള ഒരുപാടധികം ചെലവുകൾ ഒരു ഭാഗത്ത് നടത്തുന്നു എന്നതിനപ്പുറം വിദ്യാഭ്യാസ മേഖലയെ നിരന്തരമായി തകർത്തുകൊണ്ടിരിക്കുക. ഇപ്പം ജന്തർ മന്ദറിൽ വിദ്യാർത്ഥികൾ ഇറങ്ങി പ്രതിഷേധങ്ങളിലേക്ക് കടന്നത് ഈ പറയുന്ന നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെ തുടർന്നാണ്. ഈ നീറ്റ് പരീക്ഷാ ക്രമക്കേടുകൾക്ക് അപ്പുറം രാജ്യത്തെ പ്രാഥമിക വിദ്യാഭ്യാസ മേഖല പോലും തകർത്ത് തരിപ്പണമാക്കിയിരിക്കുക. ഈ പറയുന്ന നമ്മൾ ഈ കരുതും പോലെയൊന്നല്ല, കേരളത്തിൽ കാണും പോലെയൊന്നല്ല. ഏത് ഗ്രാമങ്ങളിൽ ചെന്ന് കയറിയാലും സ്കൂളുകളും ബാക്കിയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഉള്ളതുപോലെയല്ല. ഈ പറയുന്ന ഗുജറാത്ത്, UP, മധ്യപ്രദേശ്, ബീഹാർ, രാജസ്ഥാൻ, ഹരിയാന തുടങ്ങിയ ഇടങ്ങളിൽ ഈ പറയുന്ന സിറ്റികളിൽ പ്രൈവറ്റ് സ്കൂളുകൾ വളരെ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നല്ലാതെ ഗവൺമെൻറ് സ്കൂളുകളായ സ്കൂളുകൾ 95% സ്കൂളുകൾ എന്ന് പറയാൻ പോലും പറ്റാത്ത രീതിയിലാണ് അവസ്ഥ. ഒരു സ്കൂൾ എന്ന് പോലും അത്തരം കേന്ദ്രങ്ങളെ വിളിക്കാൻ പറ്റാത്ത സ്ഥിതിയിൽ 95%. ഒരു 5% ഉണ്ട് അവിടെ ഇവിടെങ്ങളൊക്കെ. അത് ഈ പറയുന്ന ഗവൺമെന്റിന്റെ എല്ലാ സഹകരണങ്ങൾ കൊണ്ടും മാത്രമല്ല ആ 5% നിലനിൽക്കുന്നത്. അവിടങ്ങളിലൊക്കെ ചില നന്മയുള്ള ആളുകൾ ചെയ്തു വെക്കുന്ന പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രം നിലനിന്നു പോകുന്ന ഗവൺമെന്റ് സ്ഥാപനങ്ങൾ. ഈ കണ്ടതും ഈ പറയുന്ന ഒരു തരത്തില് എന്താ പറയേണ്ടത്, ഒരു പ്രതീകം മാത്രമാണ്. ഞാൻ പറയുന്നത് നരേന്ദ്രമോദി സർക്കാർ വന്ന് നശിപ്പിച്ച ഏറ്റവും വലിയ മേഖല എന്ന് പറയുന്നത് അത് വിദ്യാഭ്യാസ മേഖലയാണ് അല്ലേ? ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇന്നലെ നരേന്ദ്രമോദി ഒരു ചടങ്ങിൽ പങ്കെടുത്തിട്ട് IIT ഡൽഹിയിൽ പങ്കെടുത്തിട്ട് അതിലൊരു വലിയ ഫിലോസഫി പറയുന്നുണ്ടായി. എന്താണ്? IIT എക്സാമിൽ പോലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാകുക സിലബസുകളിൽ നിന്നാണ്, എന്നാൽ ജീവിതത്തിലെ ചോദ്യങ്ങൾ അത് ഔട്ട് ഓഫ് സിലബസ് ആണ്. ഭയങ്കര കാര്യമായിപ്പോയി, ഭയങ്കര ഫിലോസഫറാ. ഏത് നമ്മളെ മറ്റേ ടെലിപ്രോംപ്റ്ററിൽ നോക്കി വായിക്കുന്ന ഫിലോസഫിയാണ് ഈ പറയുന്നത്. ആരൊക്കെയോ കൂടുന്ന എഴുതി കൊടുക്കുന്ന ഫിലോസഫി അതിങ്ങനെ വായിക്കുന്നു എന്നല്ലാതെ രാജ്യത്തിന് ഈ ഫിലോസഫി കൊണ്ട് ഒരു കാര്യമില്ല. രാജ്യം തകർന്ന് തരിപ്പണമായിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനമായ ഒരു കാര്യം എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല. അതിൽ ഏറ്റവും കൂടുതൽ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റുകൾ അനുഭവിക്കുന്നത് ഈ വിദ്യാഭ്യാസ മേഖലയാണ് എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോ ഒന്നല്ല കേട്ടോ, ഒരുപാടധികം വീഡിയോകൾ. അതിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത്, അടിസ്ഥാനപരമായി യാതൊരു കാര്യങ്ങളും ചെയ്യാതെ എന്നാൽ പലതിനു വേണ്ടിയും ക്രമക്കേടുകൾ നടത്തേണ്ടതായിട്ടും ഇവർ നിർബന്ധിതരാകുക. ഈ നീറ്റ് പരീക്ഷാ ക്രമക്കേടും അതുപോലെ CBSE പരീക്ഷയിലെ ഓൺ സ്ക്രീൻ മാർക്കിങ്ങിൽ നടന്ന ക്രമക്കേടുകളുമൊക്കെ ഈ പറയുന്ന സ്ഥലങ്ങളിൽ, ഈ പറയുന്ന ഇടങ്ങളിൽ ആ സംസ്ഥാനങ്ങൾ വലിയ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ പുരോഗതി കൈവരിച്ചിരിക്കുന്നു എന്നുള്ള ഒരു മുഖംമൂടി ഉണ്ടാക്കാൻ വേണ്ടി മനഃപൂർവ്വം
ഭരണാധികാരികൾ തന്നെ നടത്തിയ ക്രമക്കേടുകളാണ് എന്നുള്ളതാണ്. ക്രമക്കേടുകൾ നടത്തി വിദ്യാഭ്യാസ മേഖലയിൽ ഒന്നാമതാണ് ഞങ്ങളെന്ന് വരുത്തി തീർക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. ഒരു ഭാഗത്ത് വിദ്യാഭ്യാസ മേഖലയെ തകർക്കുക, മറ്റൊരു ഭാഗത്ത് ഈ പറയുന്ന പരീക്ഷകളിലൂടെ ക്രമക്കേടുകൾ നടത്തി അതിലൂടെ ഞങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ ഒന്നാം സ്ഥാനത്താണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടത്തുക. എന്താണെങ്കിലും നരേന്ദ്രമോദിയുടെ ഗുജറാത്ത്, നരേന്ദ്രമോദിയുടെ ഇന്ത്യ മീൻസ് നരേന്ദ്രമോദി ഭരിക്കുന്ന ഇന്ത്യ എന്നുള്ളതാണ്. ഇതാണ് അവസ്ഥ എന്ന് പറയുന്നത്. വളരെ പരിതാപകരം. വിദ്യാഭ്യാസ രംഗം എന്ന് പറയുന്നത് താറുമാറായി നശിച്ച് നാറാണക്കല്ലെടുത്ത ഒരു മേഖലയായി വിദ്യാഭ്യാസ മേഖല മാറിയിരിക്കുന്നു എന്നുള്ളതാണ്.